നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതകത്തേക്ക് വരാനല്ലേ? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാക്ക് മാറ്റി പറഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാവും. ആദ്യം പറഞ്ഞതേ ഞാൻ അനുസരിക്കൂ. അതാ ഒരു കള്ളനെ പോലെ പതുങ്ങി കടന്നു വന്ന് പുറത്തു വന്ന് നിന്നെ വിളിച്ചത്. പിന്നെ ഈ പ്രണയകാലം ഞാൻ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടെന്ന് കൂട്ടിക്കോ. പ്രണയകാലം ആസ്വദിക്കാനായിരിക്കും ശിവാനിയും കൊണ്ട് ബാംഗ്ലൂരിന് ടൂർ പോകുന്നത്. ഓ, അപ്പൊ ആ വാർത്ത ഞാൻ പറഞ്ഞറിയുന്നതിന് മുമ്പ് ഇവിടെ എത്തിയോ? പിന്നെ എന്താ കരുതിയേ? ഞാൻ അറിയാതെ അവളെയും കൊണ്ട് ബാംഗ്ലൂരിൽ ചുറ്റാവുന്നു. എന്റെ പൊന്നോ, ഇതിനു മുമ്പ് ഞാൻ പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ കൂടെ ബിസിനസ് ടൂർ പോയിട്ടുണ്ട്. അതുപോലെ പോലും അല്ല ഇത്. ശിവാനി എന്റെ കൂടെ വിടുന്നില്ലെന്നാണ് അമ്മ പറഞ്ഞത്. ആ സ്ഥിതിക്ക് ഞാൻ അവളെ മൈൻഡ് ചെയ്യ പോലുമില്ല. സാറിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ശിവാനി എന്നെ തോൽപ്പിക്കാൻ എന്തും ചെയ്യും. അതെനിക്കറിയാലോ. അതുകൊണ്ട് ആ കുതന്ത്രത്തിലൊന്നും ഞാൻ വീഴില്ല. പിന്നെ നീ കാരണമാണ് നമ്മൾ ഹാർട്ട് ബീറ്റ്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായത്. അതിന് ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സമ്മാനം? പറയാം, പക്ഷെ അതിനു മുമ്പ് നീ ഇത് സ്വീകരിക്കുമെന്ന് എനിക്ക് വാക്ക് തരണം. സാറ് തരുന്നത് എന്തായാലും ഞാൻ സ്വീകരിക്കാതിരിക്കൂ. ഈയടാ, എന്തൊരു ഒലിപ്പീര്. മുമ്പ് ഒരിക്കൽ ഞാൻ വാങ്ങി തന്ന നെക്ലസ് പുല്ലുപോലെ വേണ്ടെന്ന് വെച്ചോളാവെന്ന് പ്രസംഗിക്കുന്നത്. അതന്നല്ലേ? അതിനുശേഷം നമ്മുടെ ജീവിതം ഒരുപാട് മാറിയില്ലേ? ഇപ്പൊ സാർ എന്ത് സമ്മാനം തന്നാലും ഞാൻ വാങ്ങും. തന്നോളൂ. തുറന്നോ. കൈ കാണിച്ച്. തിരിച്ച് എനിക്ക് സമ്മാനമൊന്നും ഇല്ലേ? സമ്മാനം വേണോ? അങ്ങനെ വിടാൻ പറ്റൂ? മനുഷ്യനെ പ്രലോഭിപ്പിച്ചിട്ട് വെറുതെ പറഞ്ഞേ. ഇനി മുന്നോട്ട് വന്നാലേ ഞാൻ വീട്ടിൽ കയറ്റും. ഞാനൊരു നിഷ്കളങ്കമായ സ്നേഹത്തോടെ ഉമ്മ വെച്ചതാ. അതിന് വേറെ അർത്ഥങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു വഷളൻ. ഞാൻ പ്രലോഭിപ്പിച്ചു പോലും. പിന്നെ ഈ പ്രലോഭനം പോലും നിഷ്കളങ്ക, അല്ലാതെ വഷളത്തരമൊന്നുമല്ല. ഓഹോ, എങ്കിൽ പിന്നെ എന്തിനാ ശിവാനിയെ കുറ്റം പറയുന്നേ? അവളും നിഷ്കളങ്കമായി പ്രലോഭിപ്പിക്കാനായിരിക്കും ബാംഗ്ലൂരിലേക്ക് വരുന്നത്. ഓ, നിനക്കിതല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? എന്താ പറഞ്ഞത്? ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. എങ്കിലേ ഞാൻ വേറൊരു കാര്യം പറയാം. നാളെ ഒരു ദിവസത്തേക്ക് ഞാൻ വീണ്ടും എന്റെ പഴയ ജോലിയിലേക്ക് മടങ്ങുക. നാളെ ഒരിക്കൽ കൂടി ഞാൻ പത്രവും പാലും വിതരണം ചെയ്യും. ഞാൻ ഏജൻസി ഏൽപ്പിച്ച ആ ചേട്ടന്റെ വൈഫിനൊരു സർജറി. ആ പേരില് പാലും പത്രവും മുടക്കാനാവില്ലല്ലോ. അതുകൊണ്ട് സഹായിക്കാമോന്ന് എന്നോട് ചോദിച്ചു. ഞാനത് ഏറ്റു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം. എങ്കിലേ 4:30 മുൻപ് ജോലി തുടങ്ങാൻ പറ്റൂ. എന്നാലും അത്ര പുലർച്ചയ്ക്ക് നീ ഒറ്റയ്ക്ക് പോണല്ലേ? അതിനെന്താ, ഞാൻ ഈ ജോലി ഇതിനു മുൻപ് ചെയ്തിരുന്നല്ലേ? അതെ, പക്ഷേ അന്നും ഇതിന്റെ ഭീഷണി ഉണ്ടായിരുന്നില്ലല്ലോ. പകയോടെ കാത്തിരിക്കുന്ന പാമ്പാവൻ. അതോർക്കുമ്പോ നല്ല ടെൻഷനുണ്ട്. സാറിന് ഒരു ടെൻഷനും വേണ്ട. ഒന്നാന്തരം വെട്ടുകത്തി എന്റെ സ്കൂട്ടറിൽ ഇരിപ്പുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അവന്റെ കാര്യം പോക്കാം. എന്നാലും ഒരു കുഴപ്പമില്ല സാറേ. സാറ് ചെല്ല്. എനിക്ക് അടുക്കളയെ കുറച്ച് പണിയുണ്ട്. ചെല്ല് സാറേ.
പോട്ടെ.